കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ 1977 മാർച്ച് 30 നടന്ന ഒരു സംഭവം, ഒരു പ്രസംഗം ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഞാൻ ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണ്, ഞാനന്ന് ജനിച്ചിട്ടില്ല. അന്ന് കേവലം 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവായ നിയമസഭാംഗം ഭരണകൂട ഭീകരതയ്ക്കെതിരെ, പോലീസ് ഭീകരതയ്ക്കെതിരെ എന്നോണം രക്തം പുരണ്ട വസ്ത്രമുയർത്തി പിടിച്ച് പ്രസംഗിച്ച ഒരു ചരിത്രം കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയ്ക്കുണ്ട്. ആ ചെറുപ്പക്കാരൻ, 28 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി. പിന്നീട് ആ ചെറുപ്പക്കാരൻ കാലമൊരുപാട് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി മാറി. ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രസംഗിച്ച, പോലീസ് രാജിനെതിരെ പ്രതികരിച്ച ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കാലത്താണ് കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ഏറ്റവും അധികം ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, ജനാധിപത്യപരമായി മൗലിക അവകാശം ഉപയോഗിച്ച് സമരം ചെയ്തതിന്റെ പേരിൽ എത്രയോ ചെറുപ്പക്കാരുടെ തലയാണ് സാർ തല്ലി തകർത്തത്. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വാഴ്ത്തിപ്പാടുകയാണ് സാർ ചെയ്തത്.